തകർക്കാൻ UDFന്റെ പടയൊരുക്കം. ജോസഫ് വാഴക്കൻ മത്സരിക്കാൻ സാധ്യത. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാലായിലെ സീനിയർ കോൺഗ്രസ് നേതാവും KPCC നേതാവുമായ മുൻ MLA ജോസഫ് വാഴക്കനായിരിക്കും UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പന് അടുത്ത വട്ടം സീറ്റ് ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തവണത്തെ UDF ധാരണ പ്രകാരം ഒരു പ്രാവശ്യത്തേക്കാണ് മാണി സി കാപ്പന് സീറ്റ് നൽകിയിരിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്നതായിരുന്നു രമേശ് ചെന്നിത്തലയും കാപ്പനുമായി ഉണ്ടാക്കിയിരുന്ന കരാർ. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ നോക്കിയാലും കാപ്പൻ യാതൊരു നിലവാരവും കാണിച്ചിട്ടില്ലെന്നും വികസന പ്രവർത്തനങ്ങളൊന്നും മണ്ഡലത്തിൽ നടക്കുന്നില്ലെന്നുമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് പാളയത്തിൽ നിന്നും വ്യാപകമായി ഉയരുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ കാപ്പൻ മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. പാലാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാപ്പന് പകരം ജോസഫ് വാഴക്കനെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ജില്ലാ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പാലായ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. പാലാ നൽകിയില്ലെങ്കിൽ മൂവാറ്റുപുഴ സീറ്റ് തനിക്ക് വേണമെന്ന കടും പിടുത്തത്തിലാണ് വാഴക്കൻ. പക്ഷെ അത് സിറ്റിംഗ് MLA കുഴൽനാടനുമായി പ്രശ്നമുണ്ടാകുവാനുള്ള കാരണമായേക്കും. എന്നാൽ തനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് തന്നെ വേണമെന്ന ഉറച്ച നിലപാടിലാണ് വാഴക്കൻ. ഐ ഗ്രൂപ്പ് വക്താവ് കൂടിയായ വാഴക്കൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരുടെ അടുത്ത സുഹൃത്തുമാണ്. അതുകൊണ്ട് പാലായിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത്. പല യൂട്യൂബ് ചാനലുകൾക്കും ഇന്റർവ്യൂകൾ നൽകി 1 വർഷമായി പാലായിൽ തന്നെ സജീവമാണ്. എന്നാൽ തന്റെ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കാപ്പൻ. UDF സീറ്റ് നൽകിയില്ലെങ്കിൽ വീണ്ടും ഇടതുപാളയത്തിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ പാലായ്ക്ക് പകരം NCP മത്സരിക്കുന്ന കുട്ടനാട് സീറ്റ് കാപ്പന് നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.